എന്തായിരുന്നു സർ സി പിയുടെ മനസ്സിരിപ്പ്? ഐക്യ കേരളം എന്നുള്ള സാധനം വരരുത്. തിരുവിതാംകൂർ രാജാവിന് അല്ലെങ്കിൽ തിരുവിതാംകൂറിന് സ്വതന്ത്ര പദവി നിൽക്കണം, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാവണം. അങ്ങനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകുന്നതിന് അദ്ദേഹം വേറെ ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. കാരണം എങ്ങനെ ഒരു തുറമുഖം ഉണ്ടാക്കാം, അവിടെ ആൾക്കാരെ എങ്ങനെ വരുത്താം എന്നുള്ള കാര്യങ്ങൾ അന്താരാഷ്ട്രത്തിൽ ചർച്ച ചെയ്യണം. അയാൾ അപാരമായ ബുദ്ധിവിശേഷമുള്ളയാളും നിയമപണ്ഡിതനുമായിരുന്നു. എന്നു മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഈ രാജ്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം. ഹൈദരാബാദ്, കശ്മീർ, ജുനാഗഡ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളും സ്വതന്ത്ര പദവി ആഗ്രഹിക്കുകയും പിന്നെ യുദ്ധമൊക്കെ ഉണ്ടാകുകയും ചെയ്ത കാര്യമാണ്. എന്താ ഇദ്ദേഹത്തിൻ്റെ മുന്നിലിരിപ്പ്? ഒന്ന്, കടുത്ത സവർണ ബ്രാഹ്മണ ബോധമുള്ളയാളായിരുന്നു സർ സി പി. അതുകൊണ്ട് ഇന്ത്യക്കകത്തുള്ള 600 നാട്ടുരാജ്യങ്ങളിൽ കുറേ എണ്ണം പാകിസ്ഥാനിലേക്ക് പോയി, ബാക്കി 555 എണ്ണമാണ് പിന്നീട് ഇന്ത്യക്കകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ഹിന്ദു രാജ്യങ്ങളാണ് എന്നറിയാം. ഈ ഹിന്ദു രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു നയം. സ്വതന്ത്ര രാഷ്ട്രം ഏത്? ബ്രിട്ടീഷുകാർ ഭരിച്ച് ഇട്ടിട്ട് പോയ ഇന്ത്യ ഒന്ന്, ആ ഇന്ത്യയുടെ കൂടെ വേറൊരു രാഷ്ട്രം. അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്നപ്പോഴും ഒരു ഭാഗം പടിഞ്ഞാറ് മറ്റേ ഭാഗം കിഴക്കുമായിട്ടാണല്ലോ കിടന്നത്. ഒരു രാഷ്ട്രം 2 സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അമേരിക്ക തന്നെ പിന്നെ 50 സംസ്ഥാനങ്ങളുണ്ട്. 49 സംസ്ഥാനം ഒരുമിച്ചും 50ാമത്തെ സംസ്ഥാനമായ അലാസ്ക എന്ന് പറഞ്ഞ് കാനഡയ്ക്കപ്പുറം ഉത്തര ധ്രുവത്തിൽ കിടക്കുകയാണ്, അകലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്ത് നാട്ടുരാജ്യങ്ങൾക്കെല്ലാം കൂടി ചേർത്തൊരു ഹിന്ദു രാഷ്ട്രം. ആ ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി. ഹിന്ദു മഹാമണ്ഡലം എന്ന് വെച്ചാൽ ഹിന്ദു എന്ന പേരിൽ നിൽക്കുന്ന പലരും തമ്മിലടിക്കുകയാണ്. ഉദാഹരണം തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന നായന്മാരും ഈഴവരും നാടാരും ബ്രാഹ്മണരും എല്ലാം തമ്മിൽ കലഹിച്ച് നിൽക്കുകയാണ്. ആർക്കും തൃപ്തിയില്ല, അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇപ്പോഴതാണല്ലോ പരാതി. കേരളത്തിലെ ഏതെങ്കിലും ജാതി മത സംഘടനയ്ക്ക് തൃപ്തിയുണ്ടോ? ഇല്ലല്ലോ. അവർ പറഞ്ഞത് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. എല്ലാവർക്കും പരാതിയാണ്. ആ പരാതി ജാതി അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷെ അവരെല്ലാം ഹിന്ദുക്കളാണ്. സ്വയം അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾക്കാണല്ലോ ക്ഷേത്രപ്രവേശനം കൊടുത്തത്. ആ ഹിന്ദുക്കൾക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ വൈക്കം സത്യാഗ്രഹം നടത്തിയത്. അപ്പം ഹിന്ദുക്കൾ ഒറ്റയ്ക്കാവണ്ടേ? ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യം സാധിക്കാൻ അല്ലെങ്കിൽ പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അഖിലേന്ത്യാ വിദഗ്ധന്മാർ, പേരെടുത്തു പറഞ്ഞാൽ ശ്യാമപ്രസാദ് മുഖർജി, നെഹ്റു മന്ത്രിസഭയിലെ അംഗം, കാശ്മീരിൻ്റെ പ്രത്യേക പദവി കൊടുക്കുന്നതിനെതിരെ പ്രവർത്തിച്ചയാൾ, അവിടെ പോയി പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുകയായിരുന്നു അദ്ദേഹം കാശ്മീരിൽ വെച്ച്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുകയും അദ്ദേഹം തിരുവനന്തപുരത്ത് കേരളം സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് വന്നു. കേരളത്തിലെ തിരുവിതാംകൂറിലെ 2 പ്രബല ജാതി സംഘടനകളായ SNDP യോഗത്തിൻ്റെയും NSSൻ്റെയും നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്നത്ത് പത്മനാഭ പിള്ള എന്നുള്ള പേര് മാറ്റി. അന്ന് കളിയാക്കി PSPക്കാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു അത്രേ, മന്നത്ത് പത്മനാഭൻ പിള്ള എടുത്തു എന്ന്. ഈ പിള്ള എടുക്കുക എന്നുള്ളൊരു പഴയ പ്രയോഗമാണ്, പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അബോർഷന് പറയുന്ന പേരാണ് ഈ പിള്ള എടുത്തതെന്ന്. അപ്പോൾ അന്നത്ത് പത്മനാഭൻ പിള്ള എടുത്തു. കാരണം മന്നത്ത് പത്മനാഭ പിള്ള എന്ന് പറയുന്ന ജാതി പേരാണ്. ആ പേര് പ്രയാസമാണെന്ന് ആർ ശങ്കർ പറഞ്ഞു. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്നു. അവരാണ് ഒരുമിച്ച് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ ചെയർമാനും പ്രസിഡൻറ്റും അംഗവുമായി നിന്നതാരൊക്കെയാണ്? മന്നത്ത് പത്മനാഭനും പിന്നെ ആർ ശങ്കറും ഒരു VK വേലായുധനും. ജൂലൈ 1 മെനഞ്ഞാന്നായിരുന്നു എൻ്റെ വാർഷികം. അതൊക്കെ പത്രങ്ങളിൽ എഴുതിയ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പത്രം വായിക്കുന്ന ശീലമുള്ള, അതായത് മൊബൈൽ മാത്രം വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പത്രം കൂടെ വായിക്കണം കേട്ടോ. പത്രം കാരണം നമുക്കൊരു കുഴപ്പമുണ്ട്, പത്രത്തിൻ്റെ വരിക്കാരനാകാനേ പറഞ്ഞോളൂ, വായിക്കാൻ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ വായിക്കാറില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അപ്പോൾ ആ ഹിന്ദു മഹാമണ്ഡലം വിവരിച്ചിട്ട് ഹിന്ദു രാഷ്ട്രമായി നിലനിർത്താം തിരുവിതാംകൂറിനെ എന്ന സങ്കല്പം നേരത്തെ തന്നെ CPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉത്തരാധ ഭരണത്തെ അദ്ദേഹം എതിർത്തത്. ആ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക ശിശുവാണ് തിരുവിതാംകൂർ പബ്ലിക് ലൈബ്രറി ആക്ട്. വിളിച്ചു ചേർത്ത് അദ്ദേഹം അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ അമ്പലപ്പുഴയിൽ നടന്ന യോഗത്തിൽ ഉദ്ഘാടനത്തിന് CPയുടെ പ്രസംഗം വായിക്കണം. CPയുടെ പ്രസംഗം വായിക്കാൻ കിട്ടും. CPയുടെ ഈ നിയമത്തെക്കുറിച്ച് അന്ന് ജീവിച്ചിരുന്ന കേസരി ബാലകൃഷ്ണ പിള്ളയും K ദാമോദരനൊക്കെ എഴുതിയ വേറെ ലേഖനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗ്രന്ഥശാല സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന, എനിക്ക് മുമ്പേ പ്രസിഡൻ്റായിരുന്ന സഖാവ് പെരപ്പംകോട് മുരളി
എഴുതി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ ഇരിക്കുമ്പോൾ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്, കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞു. വേറെ ഒരുപാട് ചരിത്രകൃതികൾ അതിനകത്തുണ്ട്, പക്ഷേ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം എന്ന് കാണാം. കാരണം ഇതൊരു കാര്യം അറിയണമെങ്കിൽ അതും കൂടെ വായിക്കണം. അതിൽ ഈ ഫുൾ ടെക്സ്റ്റ്, CP-യുടെ പ്രസംഗത്തിൻ്റെ ഫുൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ തിരുവിതാംകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ടിനെ കുറിച്ചാണ്. അവസാന ഭാഗത്താണ് ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ആക്ട് വന്നാൽ തന്നെയും കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കണം. അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാവണം. ആ ഗ്രന്ഥാലയങ്ങൾക്കൊരു അപ്പെക്സ് ബോഡി ഉണ്ടാവണം. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയ്ക്ക് അദ്ദേഹം അപ്പം തന്നെ 250 രൂപ വാഗ്ദാനം ചെയ്തു. 45-ലെ 250 രൂപ വാഗ്ദാനം ചെയ്യുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രൈമറി അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഒരുപാട് പണം ഞങ്ങൾ ചിലവാക്കുന്നുണ്ട്. കാരണം നേരിട്ട് സ്റ്റേറ്റ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. ഒരു ഗ്രേകീകൃത ഗ്രന്ഥാലയ പ്രസ്ഥാനം വേണം എന്ന് അവിടെ ആവശ്യപ്പെടുന്നത് CP ആണ്. അതിനനുകൂലമായ നിലപാടെടുത്തത് കേശവൻ MLC ആണ്, മറ്റാൾക്കാർ കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് PN പണിക്കർ അതിൻ്റെ കൺവീനറായി വരുന്നത്. അതിൻ്റെ തീരുമാനം പിന്നെ ഉടനെ ആക്റ്റായിട്ട് വന്നപ്പോൾ ആക്റ്റിൽ പറഞ്ഞിരുന്നത് തിരുവിതാംകൂറിനെ 3 മേഖലകളായി തിരിക്കും. ഓരോ മേഖലയ്ക്കും ഓരോ കൺവീനർ ഉണ്ടായിരിക്കും. ആ കൺവീനർക്ക് 50 രൂപ പ്രതിമാസം അലവൻസും 30 രൂപ യാത്രപ്പടിയും കൊടുക്കും. പ്രൈമറി അധ്യാപകൻ്റെ ശമ്പളം 7 രൂപ. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ കോർഡിനേറ്റർക്ക് അല്ലെങ്കിൽ കൺവീനർക്ക് 50 രൂപ പ്രതിമാസം അലവൻസും 30 രൂപ യാത്രപ്പടി. ഇതാണ് സൈക്കിളിൻ്റെ പുറകിൽ പുസ്തകവും വെച്ച് കെട്ടി ചവിട്ടിപ്പോകാൻ കാരണം. ഞാൻ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. സത്യം വച ധർമ്മം ചര എന്ന് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യമേ സംസാരിക്കാവൂ, ധർമ്മമാർഗത്തിലേ ചരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ചരിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത്രയൊക്കെ ആയല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. പണിക്കർ സാറിൻ്റെ സംഭാവനകളെ ഇകഴ്ത്തിക്കാട്ടാനോ ചെറുതാക്കാനോ ഒന്നുമല്ല. നിങ്ങൾ K. ദാമോദരൻ തന്നെ PN പണിക്കരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ദാമോദരനും നാരായണപിള്ളയും K. ദാമോദരനും കൂടി എഴുതിയിട്ടുള്ള തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകവും വായിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് വായിച്ചാൽ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഈ കേരള ഗ്രന്ഥശാലാ സംഘം ഉണ്ടായത് എന്നും അതെങ്ങനെ ഈ CP-യുടെ തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിന് സഹായകരമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ ഇടയായി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയം K. ദാമോദരനാണ്. K. ദാമോദരൻ അറിയാം, നമ്മൾ ഒരു നായർ തറവാട്ടിൽ ജനിച്ചയാളാണ്. മരുവക്കത്തായ സമ്പ്രദായമാണ്. അമ്മാവനുമായിട്ട് ആദ്യം സഹകരിച്ചും പിന്നെ ഏറ്റുമുട്ടിയൊക്കെയാണ് പോയത്. SLC പഠിച്ചതിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജ് അന്ന് നടത്തിയിരുന്നത്, ഇപ്പോഴും അത് തന്നെ, BEM ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്ന സംഘം. തിരുവിതാംകൂറിൽ LMS-ഉം കൊച്ചിയിൽ മധ്യ തിരുവിതാംകൂറിലും കൊച്ചിയിലും CMS-ഉം പിന്നെ മലബാറിൽ BEM. ഇതാണ് പ്രൊട്ടസ്റ്റൻ്റ് 3 സഭകൾ. ആ സഭകൾ ചേർന്നാണ് ഇന്നിപ്പോൾ CSI ആയിട്ടുള്ളത്. ആ CSIയുടെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ LMS-ൽ അടി നടക്കുന്നത്. അത് സർക്കാർ സഹായിക്കണമെന്നാണ്. അടിക്കാൻ ഞങ്ങൾക്ക് സഹായം ആരുടെയും ആവശ്യമില്ല, അടി കൊള്ളാതിരിക്കാൻ സർക്കാർ സഹായിക്കണം. ഇതല്ലേ കത്തോലിക്ക സഭയിലെ അടി. ഇപ്പോൾ ഏകീകൃത കുർബാനയുടെ പേരിൽ കുഴപ്പം മുഴുവൻ ആർക്കാം? ക്രമസമാധാനം പാലിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു. പള്ളിക്കകത്ത് കുരിശിൻ്റെ മുമ്പിൽ അടിയുണ്ടാക്കിയേ നമ്മൾ മിണ്ടാൻ പേടിയാണ്. ഇവനൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോപിച്ചാലോ പേടിച്ചാലോ എന്നുള്ള പേടി നിൽക്കുകയാണ്. അല്ലെ, ചില കാര്യങ്ങൾ പറഞ്ഞാലേ നമുക്ക് ഈ രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? രോഗം വന്നാൽ എന്ത് ചെയ്യും? നെഞ്ച് പിളർന്നല്ലേ ഹൃദയം മറ്റു വയ്ക്കുന്നത്. ബൈപ്പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വാരിയൽ ഇവിടെ നല്ല കട്ടിയെല്ലാണ്. ഈ 2 വാരിയലും കൂടെ നട്ടലിൽ നിന്ന് വരുന്ന വാരിയൽ ഇവിടെ വയ്ക്കുമ്പോൾ ഈ കൈപ്പത്തിയുടെ വലിപ്പമുള്ള കട്ടിയെല്ലാണ്. യന്ത്രം വെച്ച് കട്ട് ചെയ്തതിനെ വിജാഗിരി വെച്ച് പിടിച്ച് മാറ്റിയിട്ടാണ് ഹൃദയത്തിൻ്റെ പുറത്തുകൂടി കാലിൽ നിന്നെടുക്കുന്ന വെയിൻ വെച്ച് കത്തി ബൈപ്പാസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെട്ടി മാറ്റാമെങ്കിൽ എന്തിന്? രോഗം വരാതിരിക്കാൻ, ദീർഘായുസ് കിട്ടാൻ. അങ്ങനെ രോഗം വരാതിരിക്കാനും ദീർഘായുസ് കിട്ടാനും ശരീരത്തെ മുറിച്ചുകൊണ്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടോ ഒക്കെ ചെയ്യാമെങ്കിൽ സാമൂഹ്യമായ ചില ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബൈപ്പാസും ഇത്തരത്തിലുള്ള മുറിച്ചു മാറ്റലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായി വരും. ആ സാമൂഹ്യ വിമർശനം നമ്മൾ നടത്തേണ്ടത് ഗ്രന്ഥശാലാ പ്രസ്ഥാനം പോലുള്ള വായനക്കാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കടമയാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് പരസ്യമായി പറയുന്നത്. അപ്പോൾ K. ദാമോദരൻ ഈ കാരണവരുമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹം മെട്രിക്കുലേഷൻ കഴിഞ്ഞിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠി. അവിടുന്ന് പഠിത്തം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നാട് വിടുന്നത്. അമ്മാവനായിട്ട് പിണങ്ങിയിട്ടാണ് നാട് വിടുന്നത്. എത്തിപ്പെട്ടത് കാശി വിദ്യാപീഠത്തിൽ ഹിന്ദി പഠിക്കാനാണ് പോയത്. ഹിന്ദിക്കൊരു പ്രാധാന്യമുണ്ട്. കാരണം എന്താ?
1920 തൊട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തലപ്പത്ത് വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഭാഷയാണ് ഏറ്റവും നല്ല ഉപകരണമെന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ ഗാന്ധിജിയായിരുന്നു. 1885 സ്ഥാപിക്കപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1920 അത് ജനകീയമാവുന്നത്. ജനകീയമാവാൻ കാരണം എന്താ? അത് ജനങ്ങളുടെ അടുത്തേക്ക് പോയി. EMSൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ കോഴിക്കോട്ടെ ചാലപ്പുറം ഗ്യാങ് എന്നോ ഞായറാഴ്ച കോൺഗ്രസ് എന്നോ. കാരണം മിക്കവാറും കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം വക്കീലന്മാരാണ്. വക്കീലന്മാരാണ്. വക്കീൽ 6 ദിവസവും കോടതിയിൽ പോകും. വിശ്രമം കിട്ടുന്ന 7-ാം ദിവസമായ ഞായറാഴ്ച അന്നാണ് കോൺഗ്രസ് പ്രവർത്തനം. അതുകൊണ്ടാണ് ഞായറാഴ്ച കോൺഗ്രസ്. ആ ഞായറാഴ്ച കോൺഗ്രസ്സിനെ ജനകീയ കോൺഗ്രസ് ആക്കി. ജനകീയ കോൺഗ്രസ് ആവാൻ കാരണം എന്താ? നമുക്ക് ബഹുമാനപ്പെട്ട ആൾക്ക് വിദ്യാഭ്യാസമുള്ള ഉയർന്ന പദവി ഇരിക്കുന്നവരോടൊക്കെ ബഹുമാനമാണ്. അകൽച്ച പാലിക്കും നമ്മൾ. ആ അകൽച്ച പാലിച്ച് കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നല്ല പൊക്കത്തിൽ നിന്ന് സംസാരിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നീ താന്നു നിന്ന് പറഞ്ഞാൽ മതി, അവൻ തല കുനിച്ചു വരും. ശാരീരികമായ വലിപ്പത്തിൽ ബ്രിട്ടീഷുകാരനേക്കാൾ പൊക്കം കുറവാണ് ഇന്ത്യക്കാരൻ, പ്രത്യേകിച്ച് കേരളീയരും. അങ്ങനെ കേരളീയൻ നിന്ന് വർത്താനം പറയുമ്പോൾ അവന് കേൾക്കാൻ ഒക്കില്ല. കേൾക്കാൻ ഒക്കാത്തവൻ തല കുനിച്ച് കേൾക്കണം. അവൻ കേട്ടോളും. കേൾക്കേണ്ടത് അവൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. സായിപ്പിനെ തല കുനിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഏതിലെ? മലയാളത്തിലൂടെ, തെലുങ്കിലൂടെ, കന്നഡയിലൂടെ, അല്ലെങ്കിൽ തമിഴിലൂടെ. അങ്ങനെയാണ് KPCC ഉണ്ടായത്. അത് KPCCക്കാർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. KPCCയുടെ വാർഷികം 100ാം വാർഷികം വരെയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ അവർ മൈൻഡ് ചെയ്തില്ല. വൈക്കം സത്യാഗ്രഹം എടുത്ത് ആഘോഷിച്ചു. കാരണം അത് നടത്തിയത് KPCCയാണ്. അതിൽ അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അതാണ് എനിക്ക് അത്ഭുതം ഉണ്ടായത്. മഴ പോരാതെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, 2 മുഖ്യമന്ത്രിമാർ, കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കൂടെ വൈക്കത്ത് വെച്ച് ഏപ്രിൽ 1-ന് 23 ഏപ്രിൽ 1-ന് അവിടെ വെച്ച് ആഘോഷിച്ചു. നാടുനീള പരിപാടികൾ നടത്തി. അത് സംബന്ധിച്ച് നമ്മൾ പുസ്തകം, ചിന്താ പബ്ലിഷേഴ്സ് പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ലഘുലേഖകളൊക്കെ ഉണ്ടാക്കി നമ്മൾ ആചരിച്ചു. പക്ഷേ അത് നേതൃത്വം കൊടുത്തയാരാ? KPCC പ്രസിഡൻ്റായിരുന്ന AP കേശവമേനോനും കേളപ്പനും മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുവും TK മാധവനും പിന്നെ CV കുഞ്ഞിരാമനും ഒക്കെ കൂടിയാണ്. അപ്പോഴേക്കും മഹാകവി കുമാരനാശാൻ നാട് വിട്ടു പോയിരുന്നു, അന്ത്യഘട്ടത്തിലായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളവരോട് നടപ്പിലാക്കിയത്. അപ്പോൾ അതിൻ്റെ വാർഷികം KPCC നടത്തി. ഇവിടെ ജവഹർലാലുള്ള വലിയ ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത്. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരെയൊക്കെ വരുത്തിയിരുന്നു. അപ്പോൾ അവർ പിന്നെ എന്നോട് വിഷയം അവതരിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ വിഷയം അവതരിപ്പിച്ചു. വിഷയം അവതരിപ്പിച്ചപ്പോൾ ഈ സ്റ്റേജിൽ ആൾക്കാർ സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റേജിൽ കാണും. അപ്പോൾ അവരെല്ലാം കൂടി എൻ്റെ പിന്നാലെ ഇറങ്ങി വന്ന് ചോദിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ വിളിച്ചാൽ സാറ് വരുമോ പ്രസംഗിക്കാൻ? കാരണം എന്നെ അവർക്കറിയാം. അവരെ യോഗത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അവർക്കാണോ ദോഷം എനിക്കാണോ ദോഷം എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു സംശയമില്ല, എനിക്കൊരു ദോഷവും വരില്ല എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ ചോദിച്ചു. അങ്ങനെ അവർക്ക് വല്ലതൊരു അത്ഭുതമായത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഗാന്ധിജി അതിനെ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംഘടിപ്പിച്ചപ്പോൾ ഭാഷയ്ക്കൊരു പ്രാധാന്യം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഹിന്ദി പ്രചാര സഭ തുടങ്ങുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യ ഹിന്ദി പ്രചാര സഭയുണ്ട്, കേരള ഹിന്ദി പ്രചാര സഭയൊക്കെ തുടങ്ങുന്ന അദ്ദേഹം. കാരണം ഭാഷയെ മുന്നിൽ നിർത്തണം. ഭാഷ അധിനിവേശത്തിനും ഉപകരിക്കാം, വിമോചനത്തിനും ഉപകരിക്കാം. അധിനിവേശം, ഒരു ജനതയെ അടിച്ചമർത്താൻ വേണ്ടിയും ഭാഷ ഉപയോഗിക്കാം. ഒരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, വിമോചനത്തിന് വേണ്ടിയും ഭാഷയെ ഉപയോഗിക്കാം. ബ്രിട്ടീഷുകാർ ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ അടിച്ചമർത്താനാണ്. അങ്ങനെയാണ് 857 സർവകലാശാലകൾ വരുന്നു. പിന്നീട് 904 കൽക്കട്ട സർവകലാശാല നിയമം കൊണ്ടുവരുന്നു. ആ നിയമം തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ സർവകലാശാലകളുടെ നിയമമെന്ന കാര്യം നമ്മൾ മറക്കണ്ട. ആ നിയമങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അവർ പറയുന്നത് മെക്കാളയിസം എന്നാണ്. മെക്കാളയിസത്തിൻ്റെ ഒരു വശം അവരില്ലാതാക്കി മാറ്റി. ഏതാണ്? ജൂലൈ 1 തൊട്ട് നടപ്പിലായ വക്കീലെ ഇന്ത്യൻ പീനൽ കോഡിന് പകരം BNS, ഭാരതീയ ന്യായ സംഹിത, നാഗരിക നിയമ സംഹിത. മറ്റത് അധീശം എന്ന് പറഞ്ഞിട്ട് എവിഡൻസ് ആക്ടിന് വേറൊരു നിയമം. ഇതെല്ലാം കൊണ്ടുവന്നു. കാരണം എന്താ? മെക്കാളയിസം പോകണം. നിയമങ്ങളെല്ലാം ദേശീയമാവണം, ഇന്ത്യൻ ആവണം, ഹിന്ദു ആവണം. അങ്ങനെ ദേശീയമാക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ കൊളോണിയൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. ആ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ ബിരുദധാരികളാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മറ്റു പലതിൻ്റെയും നേതാക്കളായി വരുന്ന ഇന്ത്യൻ മിഡിൽ ക്ലാസ്, മധ്യവർഗവും അതേപോലെ
പ്രബുദ്ധരും, എൻലൈറ്റൻമെൻറ്റ് ക്ലാസ്, പ്രബുദ്ധരും ഇൻ്റലക്ച്വൽസും അവരാണ് ലോകത്തെ ഭരിക്കുന്നത്, അവരാണ് കേരളത്തെ ഭരിക്കുന്നത്, അവരാണ്. നമ്മളായാലും ബുദ്ധിജീവികളല്ല നിങ്ങളാരെങ്കിലും പറയും? ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിജീവി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ തമാശയ്ക്ക് ചോദിച്ചല്ല, നമ്മളൊക്കെ ബുദ്ധിജീവികളാണ്. കാരണം അന്റോണിയോ ഗ്രാംഷി എന്ന് പറഞ്ഞ കുറുക്ക് വലഞ്ഞുപോയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ കാലത്ത് ജയിലിൽ കിടന്ന് മരിച്ചുപോയി. അദ്ദേഹം പറയുന്നത് ഒരു ചെരുപ്പ് കുത്തിയും ബുദ്ധിജീവിയാണ്. എന്താ കാര്യം? അയാളുടെ ബുദ്ധി ഉപയോഗിച്ചാണ് നല്ല രീതിയിൽ ആ ചെരുപ്പ് നന്നാക്കുന്നത്. അന്ന് ചെരുപ്പ് ഫാക്ടറിയിലല്ല ഉണ്ടാക്കുന്നത്. ഗ്രാംഷിയുടെ കാലത്ത് ചെരുപ്പ് തനിയെ തുന്നി തുകലൊക്കെ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. നമ്മളെങ്ങനെ ഒരു കരവേലക്കാരൻ്റെ അടുത്ത് സാധനം വാങ്ങുന്നത്? നമ്മളെങ്ങനെ കെട്ടിടം പണിയാൻ പറ്റി നല്ലൊരു മൂത്താശാരിയെ കൊണ്ടുവരുന്നത്, നല്ലൊരു കൊത്തന അല്ലെങ്കിൽ മേസണെ കൊണ്ടുവരുന്നത് ഒക്കെ അയാളുടെ വൈദഗ്ധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വൈദഗ്ധ്യം അയാൾക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധി പ്രയോഗിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഈ താടിയും നീട്ടി വളർത്തി ഊശാൻ താടിയും നീളം കുപ്പായി ഇട്ട് കിടന്നാൽ ബുജിയാവില്ല. ഇനി ആരും കോപിക്കരുതേ എൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ ചീത്ത കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ആനുഷംഗിക വർത്തമാനത്തിനിടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ ബുദ്ധിജീവികളാണ്. അപ്പോൾ ബുദ്ധിജീവികളാണ് ഈ കാര്യങ്ങളൊക്കെ നയിക്കുന്നത്. ജനതയോട് കാര്യം പറയുന്ന ആരാ? അതിൽ കേരളത്തിലെ ആദ്യത്തെ ബുദ്ധിജീവി EMS പിന്നെ ദാമോദരനുമാണ്. അവരല്ലേ വിശ്വസംസ്കാരത്തെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെ മലയാളം ജ്ഞാനഭാഷയായത്? മലയാളം ജ്ഞാനഭാഷയായത് എന്തുകൊണ്ടാണ്? മാർസിൻ്റെ കൃതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആരാ? മാർസിൻ്റെ സമ്പൂർണ്ണ കൃതികൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത്. ആ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? EMS, കെ ദാമോദരൻ, C അച്യുതമേനോൻ, PT ഭാസ്കര പണിക്കർ, അദ്ദേഹമായിരുന്നു ജനറൽ എഡിറ്റർ. PT ഭാസ്കര പണിക്കരായിരുന്നു ജനറൽ എഡിറ്റർ. സമ്പൂർണ്ണ കൃതികൾ കൊണ്ടുവന്നു. മൂലധനത്തിന് 4 വാല്യം എന്തായാലും കൊണ്ടുവന്നു. പിന്നീട് മാർസിൻ്റെ കൃതികളെ ആശ്രയിച്ചുകൊണ്ട് മലയാളത്തിൽ ഈ കൃതികളെല്ലാം എഴുതി ഉണ്ടാക്കിയതാരാ? പകർത്തലല്ല ഞാൻ പറഞ്ഞത്, പകർത്തലല്ല, പരിഭാഷയല്ല. അതിനെ ഉപജീവിച്ചുകൊണ്ട് മലയാളത്തിൽ തനത് കൃതികൾ ഉണ്ടാക്കി. അങ്ങനെയുള്ള തനത് കൃതികളെല്ലാം കൂടിയാണ് സമ്പൂർണ്ണ കൃതിയായിട്ട് വെച്ചിട്ടുള്ള മനുഷ്യൻ, പണം എന്ന് പറഞ്ഞ ഓരോ കൊച്ചു കൊച്ചു പുസ്തകങ്ങളായിട്ട് അന്ന് ഇറക്കി വിട്ടതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെയും മറ്റു പൊതുവായനക്കാരുടെയും ആവശ്യത്തിന് വേണ്ടി അവരെ അവരെ പ്രബുദ്ധരാക്കാൻ, അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ. കാരണം ഇന്നത്തെ പോലെ ജനിച്ചു വീഴുന്ന മുഴുവൻ കുട്ടികൾക്ക് ഒന്ന് പള്ളിക്കൂടത്തിൽ പോകാൻ സൗകര്യമില്ല. ഒന്ന് സ്കൂളുകളില്ല, 2 ഫീസ് കൊടുത്തു വേണം പഠിക്കാൻ. തിരുവിതാംകൂറിൽ 4ാം ക്ലാസ് വരെ മാത്രമേ സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. 5, 6, 7 ക്ലാസ്സുകളിൽ ഫീസുണ്ട്. പിന്നെ 8, 9, 10 ക്ലാസ്സിലൂടെ മെട്രിക്കുലേഷൻ പോകുന്നത് വരെ ഉയർന്ന ഫീസാണ്. പഠിക്കാൻ കഴിയില്ല. 951 തിരുക്കൊച്ചി സംസ്ഥാനത്ത് 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. 57 1ാം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് 8ാം ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കിയത്. 67 2ാം EMS മന്ത്രിസഭയാണ് 9, 10 ക്ലാസ്സിലെ ഫീസ് ഒഴിവാക്കിയതും. ഫീസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയാത്ത ആൾക്കാരെ മുഴുവൻ പള്ളിക്കൂടത്തിൽ എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതും ഈ മനോഭാവത്തിൻ്റെ ഫലമായിട്ടാണ്. അതിന് കാരണഭൂതരായി നിന്നത് അന്നത്തെ നേതാക്കൾ തന്നെയാണ്. അതിൽ പ്രമുഖ സ്ഥാനം ദാമോദരനുണ്ട് താനും. അപ്പോൾ അത്തരം കൃതികളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് മലയാളത്തെ സമ്പന്നമാക്കി, മലയാളത്തെ ജ്ഞാനഭാഷയാക്കി. ആ പ്രവർത്തനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും ജീവൽ സാഹിത്യ പ്രസ്ഥാനം അന്ന് പറഞ്ഞിരുന്ന ഇന്നത്തെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയും അടിത്തറ. ആ അടിത്തറ ഇടുന്നതിൽ ആദ്യം ഈ വാനം വെട്ടുക എന്നാണ് തിരുവനന്തപുരത്ത് പറയുക. ആദ്യം ഫൗണ്ടേഷന് വേണ്ടാൻ വേണ്ടി ഒരു കുഴി, എന്താ പറയുന്ന, വാനം വെട്ടുക എന്ന് പറയും. ആ വാനം വെട്ടിയത്, കല്ല് ചുവന്നത്, ചെളി ഇട്ടത്, അതിൻ്റെ പുറത്ത് ഇഷ്ടിക വെച്ചത്, പടുത്തുയർത്തിയത് മുഴുവൻ അവരാണ്. അതിൽ പ്രമുഖ സ്ഥാനം ദാമോദരനാണ്. അദ്ദേഹം കാശി വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ അവിടെ വച്ച് ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് പരിചയപ്പെട്ടു. അഖിലേന്ത്യാ സാഹിത്യകാരന്മാരായിരുന്ന മുൻഷി പ്രേംചന്ദ്, മന്മനാഥ് ഗുപ്ത തുടങ്ങിയ ആൾക്കാരുമായിട്ട് പരിചയമുണ്ടായി. ആദ്യം ഗാന്ധിയനായിട്ട് അങ്ങോട്ട് പോയ അദ്ദേഹം പിന്നെ സോഷ്യലിസ്റ്റായിട്ടും കമ്മ്യൂണിസ്റ്റായിട്ടുമാണ് തിരിച്ചെത്തിയത്. അങ്ങോട്ട് പോയപ്പോൾ ഗാന്ധിയൻ, തിരിച്ചു വന്നപ്പോൾ കാശിയിലേക്ക് പോയപ്പോൾ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഒരിക്കലും മോക്ഷം കിട്ടാത്ത അവസ്ഥയിലാണ് തിരിച്ചു വന്നത്. നമ്മൾ അമർനാഥ് യാത്ര നടത്തുമ്പോൾ മോക്ഷം കിട്ടുമെന്ന് വെച്ചാണ് പോകുന്നത്. പക്ഷേ പിന്നീട് ശവപ്പെട്ടിയിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. അങ്ങനെയാണല്ലോ ഇന്നലെയും സംഭവിച്ചത്. ആൾ ദൈവത്തിൻ്റെ മുമ്പേ അടികൂടിയൊന്നു ചവിട്ടിക്കൊന്നു കളഞ്ഞെല്ലാം കൂടെ. കാരണം എല്ലാവർക്കും ആദ്യം മോക്ഷം കിട്ടാൻ വേണ്ടി ചാടി പിടിച്ചപ്പോൾ കൂടെ ഇരുന്നവനെ ചവിട്ടിപ്പോയി, അവൻ ചത്തും പോയി. അതാണ് ഈ NN പിള്ളയുടെ ഒരു നാടകത്തിൽ, ഡബിൾ എന്നൊരു നാടകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ പടനിലത്ത് പാപ്പൻ 16-14 കൊല്ലം പൂജപ്പര ജയിലിൽ കിടന്ന് കൊഴുക്കട്ട നിന്നതിന് ശേഷം വരെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. എന്തായിരുന്നു അപ്പോൾ ഒരാൾ ആ ഡയലോഗ്, നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടെന്ന് അറിയാം, ഡയലോഗ് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു പിന്നെ
പാപ്പൻ ജയിലിൽ പോകാൻ കാരണം 4-5 പോലീസുകാർ കൂടി വളഞ്ഞു നിന്ന് നിയമവിധേയമായി എന്നെ ലാത്തി വെച്ച് തല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിരുദ്ധമായൊരു കുത്തുകുത്തി സബ് ഇൻസ്പെക്ടർ ചത്തുപോയി. ഡയലോഗ് ഇതാണ്. 4-5 പോലീസുകാർ വളഞ്ഞു നിന്ന് ലാത്തി വെച്ച് നിയമവിധേയമായി എന്നെ തല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിയമവിരുദ്ധമായി ഒരു കുത്തുകുത്തി സബ് ഇൻസ്പെക്ടർ ചത്തുപോയി. അതുകൊണ്ടാണ് 14 കൊല്ലം അവിടെ കിടന്നതെന്ന്. അതുപോലെ ഇദ്ദേഹം അങ്ങോട്ട് പോയത് മോക്ഷം കിട്ടാൻ, തിരിച്ചു വന്ന് ഒരിക്കലും മോക്ഷം കിട്ടാത്ത മനുഷ്യനായിട്ട്. അവിടെ നിന്നാണ് അദ്ദേഹം വിശ്വസാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. ആ വിശ്വസാഹിത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് പിന്നീട് കോൺഗ്രസിൻ്റെ നേതാവായി തീർന്ന ഒരു മലയാളിയാണ്, ബാരിസ്റ്റർ AK പിള്ള. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെയൊക്കെ നേതാവായിരുന്നു. ആദ്യം തിരുവിതാംകൂർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകൾ ഗോമതി അമ്മയെ കല്യാണം കഴിച്ചയാൾ. അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം വഴിയാണ് അദ്ദേഹം ലണ്ടനിൽ ബാരിസ്റ്റർ പരീക്ഷയ്ക്ക് പോയപ്പോൾ അവിടെ ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്സിസ്റ്റ് സാഹിത്യം, റഷ്യയിൽ നിന്ന് വന്ന മാർക്സിസ്റ്റ് സാഹിത്യം ബാരിസ്റ്റർ AK പിള്ളയ്ക്ക് കിട്ടുകയും ആ AK പിള്ള അങ്ങേർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ദാമോദരന് കൊടുത്തു. അപ്പോൾ ദാമോദരൻ പറഞ്ഞു കാണുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ കൊണ്ടോട്ടെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നു. ആ എടുത്തുകൊണ്ട് പോകുന്നതാണ് മലയാളത്തിൽ പിന്നീട് വായിച്ച ആൾക്കാർക്ക് പരിശീലിക്കാൻ സാധിച്ചത്. അന്ന് സോവിയറ്റ് സ്വാധീനമുണ്ട്. കാരണം പിന്നെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഹാരി പോളിറ്റിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ എടുത്തിച്ചു കൊടുക്കുക. ആ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് പിന്നീട് നമ്മുടെ മലയാളികൾ EMS അല്ലെങ്കിൽ NE ബൽറാം തുടങ്ങിയ ആൾക്കാർ വന്നു, MS ദേവാസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ മലയാള സാഹിത്യത്തെ മാർക്സിസ്റ്റ് സാഹിത്യം കൊണ്ട് സമ്പന്നമാക്കിയത്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് വഴിത്തിരിവുണ്ടായത്. കേസരി ബാലകൃഷ്ണപിള്ള ആൾക്കാർ വ്യവസ്ഥാപിതമായ എല്ലാറ്റിനെയും വെല്ലുവിളിക്കാൻ തുടങ്ങിയത്. ഈ സർസിപിയെക്കുറിച്ച് പിന്നെ കേസരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കേസരിയുടെ സമ്പൂർണ്ണ കൃതികൾ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യം സാഹിത്യ സഹകരണ സംഘം അതിൻ്റെ ചരിത്ര ഗവേഷണ പ്രബന്ധങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ 5 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കിയാൽ അന്നത്തെ ജനം എങ്ങനെയാണ് ഇടപെട്ടത്, നമ്മൾ എങ്ങനെയാണ് ഒരാളെ വാഴ്ത്തുപാട്ടുണ്ടാക്കി ബിംബങ്ങളാക്കി പ്രതിഷ്ഠിച്ച് പിന്നെ പൗരോഹിത്യം കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ സെയിൻറ്റ് പദവിയൊക്കെ കൊടുത്ത് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ സഹപ്രവർത്തകരോ സഹയാത്രികരോ ശീർഷരോ ആയിരുന്ന ആൾക്കാർ അവരെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന കാര്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അന്നത്തെ ലോക സാഹിത്യം മുഴുവൻ മലയാളികൾക്ക് ലഭ്യമായിരുന്നു, മലയാളികൾക്കത് വായിച്ചാൽ മനസ്സിലാകുമായിരുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കാര്യം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 1945 ഈ ജീവൽ സാഹിത്യ പ്രസ്ഥാനം പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായി മാറിയപ്പോൾ അതിനെ എതിർക്കുന്ന യാഥാസ്ഥികരായ ഒരു കൂട്ടരുണ്ടായിരുന്നു, സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അതിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്ന വമ്പന്മാരുടെ മഹാപ്രതിഭകളുടെ ലബ്ധപ്രതിഷ്ഠരായവരും ആരൊക്കെയാണ്? നമ്മുടെ ഈ പിന്നെ സഞ്ജയനെ പോലുള്ള ആൾക്കാർ, PC കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, കുട്ടിക്കൃഷ്ണ മാരാരെ പോലുള്ള സാഹിത്യ നിരൂപകന്മാർ, അവരൊക്കെയാണ് ഒരു പക്ഷത്ത് നിൽക്കുന്നത്. അല്പസവർണത്വമൊക്കെ കൂട്ടത്തിൽ. അപ്പോൾ പുരോഗമന സാഹിത്യം ഇപ്പുറത്ത്. ആ പുരോഗമന സാഹിത്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, ഇതൊന്നുമല്ലാത്ത ഗുപ്തനായർ സാറിനെ പോലുള്ള മറ്റ് പ്രവർത്തകരും ഒക്കെ ഉണ്ട്. 1945 സമസ്ത ഈ പിന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം, 1ാം സമ്മേളനം തൃശ്ശൂരാണ്, 2ാം സമ്മേളനം കോട്ടയത്ത് ചേരുമ്പോൾ അതിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത് ചെറുപ്പക്കാരനായ ഒരു പിള്ളരികളി മാറിയിട്ടില്ലാത്ത ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴയെക്കുറിച്ച് അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് നാട്ടുകാർക്ക് മുഴുവൻ വെറുപ്പാണ്. കാരണം എന്താ? ഇയാൾ സിൽക്ക് കുപ്പായിട്ട് നടക്കും, സിംപ്ലൻ എന്ന് നമ്മൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തോട് പറഞ്ഞ സിംപ്ലൻ എന്നാണ്. ഈ ഒരു കാര്യം മെയിനടിച്ചാൽ കിടക്കുന്ന സിംപ്ലൻ, മദ്യപാനം, സ്ത്രീലമ്പടത്വം. അപ്പോൾ വലിയ പ്രശ്നമാണ്. ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിക്കുന്നു. പണ്ട് സോക്രട്ടീസിനെ കുറിച്ച് പറഞ്ഞു, ചെറുപ്പക്കാരെ മുഴുവൻ വഴിതെറ്റിക്കുന്നു. അങ്ങനെ ആക്ഷേപമുള്ള ഇയാളെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം എറണാകുളത്താണ് താമസം. അവിടുന്ന് ട്രെയിനിൽ കയറി കോട്ടയത്തെത്തി. അവർ സംഘാടകർ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു കാറെടുത്ത് കൊണ്ടുവന്ന് ഹോട്ടലിൽ താമസിപ്പിച്ചു. അവിടുന്ന് നേരെ സമ്മേളന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അധ്യക്ഷ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഇന്നും നമുക്ക് ഭയമാണ്. അതാണ് അന്നത്തെ പഴയ ആൾക്കാരുടെ ധൈര്യം. അതൊക്കെയാണ് ഇന്നും നമുക്ക് ഭയമാണ്. എന്താ കാര്യം? ഈ പുരോഗമന സാഹിത്യ പ്രസംഗം കമ്മ്യൂണിസ്റ്റുകാരുടെ വകയാണ് എന്നാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പരിചയപ്പെടുത്തിക്കൊണ്ടത്. കാരണം നേതൃത്വം കൊടുക്കുന്ന രകേദാമോദരൻ, EMS ആണ് ഈ പുരോഗമന സാഹിത്യത്തിന് മുന്നോക്കി സാഹിത്യം എന്നൊരു പേരൊക്കെ ഇട്ട് അദ്ദേഹം. മുന്നോക്കി, പ്രോഗ്രസീവ്, മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ മുന്നോക്കി സാഹിത്യം. അതാണ് പിന്നെ ജീവൽ സാഹിത്യമാണ്. മാതൃഭൂമി, അന്ന് കോഴിക്കോട്ട് മാതൃഭൂമി പത്രമാണ് ഇതിൻ്റെ മുഴുവൻ പ്രചാരണം ഏറ്റെടുത്തത്. അന്നത്തെ മാതൃഭൂമിയുടെ സ്വഭാവം അതായിരുന്നു. കാരണം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ, ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ, അല്ലെങ്കിൽ പുരോഗമന ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഒക്കെ സഹായിച്ചത് അന്ന് മാതൃഭൂമിയാണ്. പരസ്യം ചെയ്യുന്നത് മുഴുവൻ മാതൃഭൂമിയിലൂടെയാണ്. ദാമോദരൻ പ്രസ്താവന കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കും, EMS എഴുതി കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കും. അങ്ങനെയായിരുന്നു അന്ന്.
അപ്പോൾ EMS അല്ല, അന്ന് ഈ പുരോഗമന സാഹിത്യം നടക്കുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് സാഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം. അദ്ദേഹം പരസ്യമായി ചോദിക്കുന്നു, ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാരുടെ വകയാണ് എന്നൊരാക്ഷേപമുണ്ട്. അത് കേട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചൂളിപ്പോവുകയാണ്. അവരങ്ങനെ അല്ല എന്ന് പറയാൻ നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ സാഹിത്യം കമ്മ്യൂണിസ്റ്റ് സാഹിത്യമാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചങ്ങമ്പുഴ ചോദിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ലോകത്തെ മോചനത്തിലേക്ക്, മുഴുവൻ മനുഷ്യരെയും മോചനത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ദർശനത്തിൻ്റെ പ്രയോക്താക്കളാണ് തങ്ങൾ എന്ന് പറയുന്നതിന് കമ്മ്യൂണിസ്റ്റുകാരെന്തിന് ലജ്ജിക്കണം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സോവിയറ്റ് പാർട്ടിയെയും, ലോക വിമോചനത്തിൽ 45 യുദ്ധം അവസാനിക്കാൻ പോണ സമയം, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ഇല്ലായിരുന്നുവെങ്കിൽ ലോക വിമോചന പോരാട്ടം നടക്കില്ല. യൂറോപ്പ് ഹിറ്റ്ലറുടെ കീഴിൽ അടിയറ പറഞ്ഞേനെ. കാരണം എങ്ങനെയെങ്കിലും സോവിയറ്റ് യൂണിയൻ നശിപ്പിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആംഗ്ലോ അമേരിക്കൻ, ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും കൂടി ജർമ്മനിയെ ആക്രമിക്കാതെ, സോവിയറ്റ് യൂണിയനെ ആവർത്തിച്ച് പറഞ്ഞിട്ടും പടിഞ്ഞാറൊരു പോർമുഖം തുറക്കാതെ റഷ്യയിലേക്ക് എരച്ചു കയറുന്ന ജർമ്മൻ പട, ആ ജർമ്മൻ പട മോസ്കോ കീഴടക്കുന്നു. മോസ്കോയിലെ ഓരോ തെരുവിന് വേണ്ടി, തെരുവിലെ ഓരോ വീടിന് വേണ്ടി, വീട്ടിലെ ഓരോ തൂണിന് വേണ്ടി ചെമ്പടയും നാസി സേനയും തമ്മിൽ ബയണറ്റ് യുദ്ധം. വെടിവെക്കാൻ നേരമില്ല, നെഞ്ചിന് നേരെയാണ് നിൽക്കുന്നത്. വെടിവെക്കാൻ എയിം എടുക്കാൻ പറ്റില്ല, ബയണറ്റ് യുദ്ധം നടത്തുകയാണ്. അങ്ങനെ ബയണറ്റ് യുദ്ധം നടത്തിയ നാസികളെ പിന്നോട്ട് നടപ്പിച്ച് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ്റെ പകുതി വരെ എത്തിച്ചത് സോവിയറ്റ് സേനയാണ്. അങ്ങനെ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ, എത്തിച്ചപ്പോഴാണ് ആംഗ്ലോ അമേരിക്കൻ ശക്തി വരുന്നതും അവരപ്പുറത്തുനിന്ന് കീഴടക്കി. അങ്ങനെയാണ് ബെർലിൻ രണ്ടാകേണ്ടി വന്നത്. പിന്നീടാണ് ജർമ്മനി ഒന്നായത്. ജർമ്മനി രണ്ടാകേണ്ടി വന്ന ഈ സാഹചര്യത്തിലാണ്. അങ്ങനെ ലോകത്തു നിന്നും നാസിസത്തെയും ഫാസിസത്തെയും തോൽപ്പിക്കാനും ലോക വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും സോവിയറ്റ് യൂണിയനും അതിൻ്റെ നേതാവായ സ്റ്റാലിനും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിസത്തെ, അല്ലെങ്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? അങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പരസ്യമായി പറയാൻ നമ്മൾ എന്തിന് ലജ്ജിക്കണം? എന്നിട്ടാണ് അദ്ദേഹം പിന്നീട് ഒരു കവിത എഴുതി പ്രസിദ്ധീകരിച്ചു. എന്താണ്? നിങ്ങൾ തൻ മൂക്കിൻ്റെ താഴത്തെ മീശയ്ക്ക് ഭംഗിയില്ല, ഈ മീശ മീശയല്ല, സ്റ്റാലിൻ്റെ മീശയാ മീശ. എന്തു കരുത്താണ്, എന്ത് ഒരുമയാണ്, ഇല്ല വകഭേദമൊന്നിനും. സോഷ്യലിസ്റ്റ് മീശയല്ലേ? അതാണ് സ്റ്റാലിൻ്റെ മീശ ഉണ്ട്. ഇപ്പം നമുക്ക് അഭിമാനമല്ലേ? മീശ ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. അപ്പം അങ്ങനെ അദ്ദേഹം കവിത എഴുതുന്നു. ആ ചങ്ങമ്പുഴ പോലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ, കാരണം നല്ലൊരു വായനക്കാരനാണ് അദ്ദേഹം. ലോക സാഹിത്യം അദ്ദേഹത്തിൻ്റെ അടിയാണ്. പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം പരിഭാഷപ്പെടുത്തും അദ്ദേഹം. അപ്പോൾ വിശ്വസാഹിത്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. മാർക്സിസ്റ്റ് സാഹിത്യം മാത്രമല്ല, ഫ്രഞ്ച് സാഹിത്യം അല്ലെങ്കിൽ സ്പാനിഷ് സാഹിത്യം, ഒരു സ്കാൻഡിനേവിയൻ നോവൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ജാപ്പനീസ് കൃതി അദ്ദേഹം പരിഭാഷപ്പെടുത്തി. ജപ്പാനിലൂടെ അല്ല, ഇംഗ്ലീഷിലൂടെ വന്നിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ലോക സാഹിത്യത്തെ മുഴുവൻ മലയാളത്തിലേക്ക് കൊണ്ടുവരാനും മലയാളത്തെ ഒരു ജ്ഞാനഭാഷയാക്കി മാറ്റുന്നതിനും നേതൃത്വം കൊടുത്തവരുടെ മുൻനിരയിൽ നിന്നയാളാണ് കെ ദാമോദരൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. അപ്പം നമ്മളിത് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ആചരിക്കുന്നു. അത് ജൂലൈ 3 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു ഉണക്ക രീതിയിൽ ആചരിച്ചാൽ പോരാ. അത് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം മാത്രം പോരാ, പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യം, അദ്ദേഹം അന്ന് ജീവിച്ചിരുന്ന കാലത്തെ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അദ്ദേഹം വിലയിരുത്തുന്ന കാലത്തുള്ള സാഹചര്യമല്ല ഇന്ന് കേരളം. ഇന്ന് കേരളം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാറാൻ കാരണം? 2 പ്രതിഭാസങ്ങൾ കേരളത്തെക്കുറിച്ച് എനിക്ക് അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. 2 പ്രതിഭാസങ്ങൾ കേരള ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന്, ഗ്രാമീണ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നു. urbanization ഓഫ് റൂറൽ കേരള. എന്താ കാര്യം? 5 കാര്യങ്ങളിൽ. ഈ പ്രദേശം ഒരു 40-50 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു? നിങ്ങളിവിടെ ഇരിപ്പുണ്ട്, ഇവിടുത്തെ പഴയ ആൾക്കാർ ഇരിപ്പുണ്ട്. 40-50 കൊല്ലം മുമ്പ് പോത്തങ്കോടും അണ്ടൂർകോടും അല്ലെങ്കിൽ അണ്ടൂർ കോണവും അപ്പുറത്ത് സ്ഥലമൊക്കെ എങ്ങനെയിരിക്കും? മംഗലപുരമൊക്കെ എങ്ങനെയായിരുന്നു? തനി ഗ്രാമമല്ലേ? ആണ്. ഇനി ഉള്ളിലേക്ക് പോയാലോ എല്ലാ മേഖലയിലും ഗതാഗത സൗകര്യമുണ്ട്. ഒന്നുകിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇല്ലെങ്കിൽ 2 വീലർ, ഇരുചക്രം, മുച്ചക്രം, 4 ചക്രം, 5-6 കിലോമീറ്ററിനുള്ളിൽ ഒരു ഇന്ധനശാല, പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഗതാഗത സൗകര്യം വർദ്ധിച്ച് മനുഷ്യൻ്റെ പുരോഗതിക്ക് ഏറ്റവും വേണ്ട ഒന്നെന്താണ്? ഗതാഗതം. 2, വാർത്താവിനിമയം. പണ്ടത് പോസ്റ്റും ടെലിഫോണുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല, നമ്മുടെ കയ്യിരിക്കുന്ന വിശ്വസനീയമായ കള്ളം പറയാൻ പറ്റുന്ന ഉപകരണം. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താ? ഞാൻ അപകടത്തിൽപ്പെട്ടുകൊണ്ടാണ്. ഒരാൾ എന്നെ വിളിക്കുന്നു, സാറേ ഇതുപോലെ അനിൽ വിളിച്ചതുപോലെയാണ്, ഇങ്ങനെ സൗകര്യമുണ്ടോ, ഒരു പ്രസംഗത്തിന് വരാമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു യോഗത്തിലാണ്,
അയാൾ വീട്ടുമുറ്റത്ത് നിന്നാണ് വിളിച്ചത്. എൻ്റെ ശബ്ദം അകത്ത് കേൾക്കാം. സാറേ ഞങ്ങൾ മുറ്റത്തുണ്ട്, സാറിൻ്റെ ശബ്ദം കേൾക്കാം, കള്ളം പൊളിഞ്ഞ്. ഇത് വേറെ സ്ഥലത്താണെങ്കിലോ അവർ വീട്ടുമുറ്റത്തല്ലെങ്കിൽ അനിൽ രാത്രി 10 മണിക്ക് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു, ഞാനിപ്പോൾ രോഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞെങ്കിൽ അനിൽ വിശ്വസിക്കും. കാരണം വിശ്വസനീയമായ കള്ളം പറയാൻ പറ്റുന്ന ഈ സാധനം എല്ലാവരുടെ കയ്യിലുമുണ്ട്, നെറ്റ്വർക്കുണ്ട്, നമുക്ക് എല്ലായ്പ്പോഴും ഈ വാർത്താവിനിമയ സൗകര്യമുണ്ട്. 2, 3 പള്ളിക്കൂടങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യം. എല്ലാ പഞ്ചായത്തിലും 1 2 ഹയർ സെക്കൻഡറി സ്കൂൾ കാണും. ചിലപ്പോൾ ഓരോ വാർഡിന് 1 കാണും. കാരണം ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും പള്ളിക്കൂടത്തിൽ എത്തിക്കാനും 12ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാനും അതിലേക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കാനും കേരള സർക്കാർ മുതിരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പണ്ട് മുതലേ മുതിർന്നു വരുന്നത് എന്തുകൊണ്ട്? കേരളത്തിൻ്റെ ജനജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, വികസനോന്മുഖമാക്കണം എന്നുള്ളതുകൊണ്ട്. വിദ്യാഭ്യാസ സൗകര്യം. 4 ആരോഗ്യ സംവിധാനം. എന്താ ആരോഗ്യ സംവിധാനം? ഒന്നുകിൽ സർക്കാർ ആശുപത്രി, ഇല്ലെങ്കിൽ ഡിസ്പെൻസറി, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രി. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ ഗ്രാമങ്ങളിലും ഒരു മെഡിക്കൽ ഷോപ്പ് കാണുമെന്നുള്ളതാണ്. ഈ ഫോണിലൂടെ ഡോക്ടറോട് വിളിച്ചു ചോദിക്കാം, ഡോക്ടർ മരുന്ന് ഇങ്ങോട്ട് കുറിച്ച് പറയുന്നു, നമ്മളിതുകൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ കാണിക്കുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, കഴിക്കുന്നു. ആരോഗ്യ സംവിധാനം മാത്രമല്ല, നമ്മൾ ആരോഗ്യ കാര്യത്തിൽ ബോധവാന്മാരായി. ഞാൻ എൻ്റെ ബാല്യകാലത്തും കൗമാരകാലത്തുമൊക്കെ എൻ്റെ നാട്ടും പുറത്ത് കുഗ്രാമത്തിൽ രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു ചരട് കെട്ടും ഭസ്മം ജപിച്ചിടും. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ പോവുള്ളൂ. ആശുപത്രിയിൽ പോയാൽ എൻ്റെ പി ഭാസ്കരൻ നമ്മുടെ തോപ്പിൽ ഭാസി പറഞ്ഞാൽ ഒന്നുകിൽ കത്തിയെടുക്കും, അല്ലെങ്കിൽ സൂചി എടുക്കും. പേടിയാണ്, ഏറുപിറക്കും, അല്ലെങ്കിൽ ഒരു കുരുമുളക് കഷായം ഇട്ട് കുടിക്കും. ഇപ്പോഴോ ആദ്യം ആശുപത്രിയിൽ പോകും, പിന്നീട് വന്ന് ചരട് കെട്ടും. തല തിരിഞ്ഞു, കാരണം ബോധത്തിൽ വന്ന മാറ്റമാണ്. ആശുപത്രിയിൽ പോകും നമ്മൾ, പക്ഷേ ചരട് കെട്ടാതിരിക്കില്ല, വന്ന് കെട്ടും, ജപിച്ചിടുകയും ചെയ്യും ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആദ്യം നമ്മൾ ആശുപത്രിയിൽ പോകും, രോഗചികിത്സയാണെന്ന് മനസ്സിലാകും, ബ്ലഡ് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ മാറി. ഗ്രാമീണ കേരളം ആരോഗ്യ കാര്യത്തിൽ ബോധവാൽക്കാരായി. 5 പൊതുവിതരണം. റേഷൻ കട മാത്രമല്ല, ഇപ്പം മിക്കവാറും ഗ്രാമങ്ങളിൽ സൂപ്പർ മാർക്കറ്റില്ലേ, ആരെങ്കിലും നടത്തുന്ന സാധനം കിട്ടുന്നുണ്ടോ? ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്നുണ്ടോ? പണം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, ആ സൗകര്യം കിട്ടുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുതി വിതരണവും, മറ്റേത് കുടിവെള്ള വിതരണവും. നാട്ടുപുറത്തെ കിണറുകളെല്ലാം മൂടിയിട്ട് നമ്മളിപ്പോൾ എന്താക്കി? പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. നിങ്ങൾ ജനപ്രതിനിധികൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ വീട്ടുമുറ്റത്തൊരു പൈപ്പ് ടാപ്പ് വെച്ച് തന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്ത് അവർക്ക് കൊടുത്ത് കേട്ടോ, എനിക്ക് മധുരം തന്നില്ല. അല്ലേ നിങ്ങൾ കേൾക്കുന്ന പരാതി, ജനപ്രതിനിധികൾ കേൾക്കുന്ന പരാതി ഇതല്ലേ? അപ്പോൾ കുടിവെള്ള വിതരണം, ഊർജ്ജ വിതരണം, എല്ലാം പൊതുസൗകര്യം. ഇങ്ങനൊരു സൗകര്യം ഗ്രാമീണ കേരളത്തിൽ കിട്ടിയെങ്കിൽ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു. മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നാൽ മനോഭാവത്തിൽ മാറ്റം വരും. ഗ്രാമീണ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മധ്യവർഗവൽക്കരിക്കപ്പെടുന്നു. ആ മധ്യവർഗവൽക്കരണം എന്ന് പറഞ്ഞ വിഹ്വലതകളാണ്. 10 ലഭിക്കിൽ 100 മോഹം, 100 തര 1000 ആകാൻ മോഹം എന്ന് പണ്ട് നമ്മൾ കവി പാടുകയും ചലച്ചിത്രഗാനം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ മനോഭാവം നമുക്ക് വലുതാവാൻ പോകണം, മുകളിലോട്ട് പോകണം, പോവാൻ ഒക്കില്ല. അപ്പം നിരാശ വരും. നിരാശ വരുമ്പോൾ എന്ത് ചെയ്യും? സർവത്ര ദേഷ്യം വരും. സർവത്ര ദേഷ്യം വന്നാൽ എന്ത് ചെയ്യും? നമ്പ്യാർ പണ്ട് പറഞ്ഞതുപോലെ കെട്ടിയ പെണ്ണിനെ വടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്ന് പടച്ചു, അമ്മിയെടുത്ത് കിണറ്റിലെറിഞ്ഞു, എന്നിട്ടരിശം തീരാഞ്ഞിട്ട് തെരുതര എവിടെ മണ്ടി നടന്നു. അരിശം വന്നാൽ കുരുക്ഷേത്രത്തിൽ പോയ നായർക്ക് പറ്റിയ പ്രശ്നമാണ്. ദേഷ്യം വന്നാൽ നമ്മൾ എന്ത് വേണോ ചെയ്യും. കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ മറക്കും, മറുവശത്ത് പോയി കുത്തും. കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ മറക്കും, കിട്ടിയപ്പം നന്ദി, കിട്ടാത്തപ്പം കയ്യടി, പിന്നെ തിരിച്ചടി. അതാണ് വരുന്നത്. ഈ മധ്യവർഗവൽക്കരണമാണ് ഒരു കാര്യം. 2, നഗരങ്ങൾ അതിവേഗം എലീറ്റൈസേഷൻ എന്ന് പറഞ്ഞ വരേണ്യവൽക്കരിക്കപ്പെടുന്നു. നഗരജീവിതം അത് ജില്ലാ ആസ്ഥാനങ്ങൾ തന്നെ ആവണമെന്നില്ല, മറ്റു പ്രദേശങ്ങളും. ആ മറ്റു പ്രദേശങ്ങളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തും വീണ്ടും മനോഭാവത്തിൽ മാറ്റം വരികയാണ്. ഗ്രാമത്തിലുള്ളവരാണ് നഗരത്തിൽ ചേക്കേറി താമസിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റ് മേഖലയിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ വക്കീലന്മാരും ഒക്കെ ഗ്രാമപ്രദേശത്തുള്ളവരാണെങ്കിലും അവരുടെ തൊഴിലിൻ്റെയും മക്കളുടെ വിദ്യാഭ്യാസ സൗകര്യത്തിനും വേണ്ടി എങ്ങോട്ട് ചേക്കേറും? നഗരത്തിലേക്ക് ചേക്കേറും. നഗരത്തിലേക്ക് ചേക്കേറി നഗര സംവിധാനത്തിൽ വരുമ്പോൾ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരും. ഈ മനോഭാവം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നല്ല മനോഭാവമില്ലെങ്കിൽ പ്രേമിക്കാൻ തോന്നുന്നു, മനോഭാവമില്ലെങ്കിൽ വെറുക്കാൻ തോന്നുന്നു, മനോഭാവമുള്ളവരല്ലേ കൊല്ലാൻ തോന്നുന്നത്, മനോഭാവം ഉള്ളത് കൊണ്ടല്ലേ ശ്രീധരൻ ചോദിക്കുന്നതും അച്ഛനെയും അമ്മയും തല്ലിക്കൊല്ലുന്നതും. നമ്മുടെ കൗമാര കേരളത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തോന്നുന്നത് എല്ലാം മനോഭാവമാണ്. ആ മനോഭാവത്തിൽ മാറ്റം വരുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായി മാറുന്നു. അതുകൊണ്ട് 1990-കൾക്ക് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ അതിന് മുമ്പത്തെ സ്ഥിതിയും കൂടി താരതമ്യം ചെയ്യണം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നു, 56 സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ
1947 മുമ്പ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉത്തരവാദ പ്രക്ഷോഭം നടത്തിയവരും മലബാറിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ തന്നെയാണ് 50കളിലും 60കളിലും 70കളിലുമൊക്കെ കേരളത്തിൻ്റെ പൊതുവേദിയിൽ, പൊതുമണ്ഡലത്തിൽ, പബ്ലിക് സ്ഫിയറിൽ നേതൃത്വം കൊടുത്തതും ചിന്തയെ തിരിച്ചുവിട്ടതും. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ ഹാങ് ഓവർ, മദ്യപാനികളെ കുറിച്ച് പറയുന്നൊരു കേസാണ് ഹാങ് ഓവർ. ആ ഹാങ് ഓവറിൽപ്പെട്ടവരാണ് എഴുത്തുകാർ. കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും അല്ലെങ്കിൽ ചങ്ങമ്പുഴയുടെയും ഹാങ് ഓവറിൽപ്പെട്ടവരാണ് നമ്മുടെ കവികൾ. ജി ശങ്കരക്കുറുപ്പ്, അല്ലെങ്കിൽ വൈലോപ്പള്ളി, പിന്നെ അദ്ദേഹം പി കുഞ്ഞിരാമൻ നായർ, അല്ലെങ്കിൽ പിന്നെ ഈ കവിത്രയം എന്ന് പറയുന്ന ONV വയലാറ്, പിന്നെ തിരുനെല്ലൂര് പി ഭാസ്കരൻ തുടങ്ങിയ ആൾക്കാർ, ഇവരെല്ലാം ആ ഹാങ് ഓവറിൽപ്പെട്ടവരാണ്. അന്നവർ വിദ്യാർത്ഥികളായിരിക്കാം, പക്ഷേ 50കളിൽ അവർ മെച്ചുവർ ആകുമ്പോൾ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അവർ കൂടുതൽ പേരത്തേക്ക് ആ ഹാങ് ഓവറും കൂടെ ഉണ്ടായിരുന്നു. ആ ഹാങ് ഓവർ അവസാനിക്കുന്ന 90കളിലാണ്. 98-ൽ EMSൻ്റെ നിര്യാണത്തോടുകൂടി ആ പ്രബുദ്ധതയുടെയും പൊതു ഇടത്തിൻ്റെ ദിശാബോധം നിശ്ചയിക്കുന്ന ആ ചാലക ശക്തിയുടെയും തിരോധാനം സംഭവിച്ചു എന്ന് ഞാൻ പറയും. അതിനു മുമ്പേ നമ്മളെ വിട്ടുപോയ ആളാണ് ദാമോദരൻ. പാർട്ടി ഭിന്നിച്ചു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ദുരന്തം പോലെ വരികയും ചെയ്തു. അവസാന കാലം അദ്ദേഹം ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിലെ ഫെല്ലോ ആയിട്ട് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒരു ഫെലോഷിപ്പ് ഗവേഷണ പദ്ധതി കഴിയുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു ഒറ്റമുറി ഒരു വീട്ടിലാണ് അദ്ദേഹം ഭാര്യയും താമസിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാല അവസാന ഭാഗത്ത് അദ്ദേഹത്തിന് നിരാശയൊക്കെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ഒരു ആത്മകഥ പോലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. റെമിനിസെൻസസ് ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്. EMSൻ്റെ അതേ പേരിലൊരു പുസ്തകമുണ്ട്, ദാമോദരൻ്റെ അതേ പേരിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതും അത് രണ്ടായിട്ട് പിരിഞ്ഞു പോകാനും കാരണം അതിൻ്റെ ദുഃഖം, ആത്മദുഃഖം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ചിന്താ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു, പൊതു ഇടത്തെ നിർമ്മിക്കുന്നതിൽ വരുമായിരുന്നു. 90കൾക്ക് ശേഷം കേരളത്തിൽ സംഭവിച്ച മാറ്റം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധ്യമായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഹാങ് ഓവറിൽപ്പെട്ട അല്ലെങ്കിൽ ആ സ്വാധീനത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതിനെ അപഗ്രഥിക്കാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ സമൂഹത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച, പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പള്ളിക്കൂടത്തിൽ പോകാൻ സാധ്യതയുള്ള, അവരങ്ങനെ മനോഭാവം മാറി വരുന്ന, ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന മുഴുവൻ പേര് വോട്ടർമാരായിട്ട് വരുന്ന ഏക സംസ്ഥാനം കേരളമാണ്. പിറന്നു വീഴുന്ന മുഴുവൻ കുട്ടികളും 12ാം ക്ലാസ് വരെ പഠിക്കുകയും 12ാം ക്ലാസ് കഴിഞ്ഞ് വോട്ടർമാരായിട്ട് പുറത്തു വരികയും ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ്. എന്താ കാര്യം? ഒരു കൊല്ലം 5 ലക്ഷം പേരാണ് SLC പാസ്സായി ഹയർ സെക്കൻഡറിയിൽ എത്തുന്നത്. SLC 4 ലക്ഷമൊക്കെ വരുള്ളൂ. പക്ഷേ ICSE മറ്റേ കുസി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, ശരാശരി 5 ലക്ഷം പേർ. ഒരു വർഷം 5 ലക്ഷം വോട്ടർമാർ. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ 25 ലക്ഷം വോട്ടർമാർ. 2016 മുതൽ 2026 വരെയുള്ള 10 കൊല്ലത്തിനിടയ്ക്ക് 50 ലക്ഷം വോട്ടർമാർ. ഈ 50 ലക്ഷം വോട്ടർമാർ എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾക്കറിയാവോ? അവർ ഗ്രാമീണ കേരളത്തിലും നഗര കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചു വരുന്നവരാണ്. അവരുടെ മനോഭാവം എന്താണ്? അവരാരെങ്കിലും ഗ്രന്ഥശാലയിൽ വരുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഗ്രന്ഥശാല പ്രവർത്തകരുണ്ടല്ലോ, ഗ്രന്ഥശാലയിൽ വരുന്നുണ്ടോ? ഇല്ല. ഗ്രന്ഥശാലയിൽ ആൾക്കാർ വരുന്നില്ല എന്നല്ലേ നമ്മുടെ പരാതി. അവരാണ് വരാത്തത്. അവരുടെ പ്രായത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഗ്രന്ഥശാലയിൽ പോയിരുന്നു. ആർത്തിയോടെയാണ് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിരുന്നത്. 6-7 കിലോമീറ്റർ അല്ല, അന്ന് 6-7 മൈലാണ്. മൈൽ നടന്നിട്ടാണ് ഗ്രാമീണ ഗ്രന്ഥശാലയിൽ പോയി പുസ്തകമെടുത്ത് നോവലും കഥകളും ഒക്കെ വായിച്ച് ആവേശം കൊണ്ടത്. ആ ആവേശമാണ് ക്ലാസ് മുറി പ്രതിഫലിച്ചത്. ആ ക്ലാസ് മുറി പ്രതിഫലിച്ചതാണ് പിന്നീട് പഞ്ചായത്ത് കലിങ്കിൽ പ്രതികരിച്ചത്. ചെറുപ്പക്കാർ പഞ്ചായത്ത് കലിങ്കിലിരുന്ന വർത്താനം പറഞ്ഞത്. ഗ്രാമീണ കേരളം പ്രബുദ്ധമായതും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമൊക്കെ കേരളത്തിൽ ഗ്രാമങ്ങളിൽ വേരോട്ടമുണ്ടായത് ഇത്തരത്തിൽ ഗ്രന്ഥശാലകളിൽ ചർച്ച നടത്തിയതുകൊണ്ടാണ്. ആ ഗ്രന്ഥശാലകളെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ശൈലി മാറേണ്ടത് അവിടെയാണ്. ഇപ്പോൾ ശൈലി മാറ്റത്തെക്കുറിച്ച് ചർച്ചയാണല്ലോ. അവർ മാറ്റാതിരിക്കട്ടെ. ശൈലി മാറേണ്ടത് ഗ്രന്ഥശാല പ്രവർത്തകരുടെ പ്രവർത്തനത്തിലാണ്. എങ്ങനെ നാട്ടുകാരിലേക്ക് ഈ സന്ദേശം എത്തിക്കാം, അവരിൽ എങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കാം, അവരിലേക്ക് കൊണ്ടുവരാം. ദാമോദരൻ എങ്ങനെയാണ് ചുമ്മിനി വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് 6-7 വരെ വെച്ച് വർത്താനം പറഞ്ഞത്? EMS എങ്ങനെയാണ് വർത്താനം പറഞ്ഞത്? ഇവർ രണ്ടുപേരെ ഏകോപിപ്പിച്ചുകൊണ്ട് P കൃഷ്ണപിള്ള പോയത് എങ്ങനെയാണ്? അപ്പോൾ അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചിട്ട് അപ്പോൾ ചരിത്രം ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശൈലി, ഇന്നത്തെ പ്രവർത്തന ശൈലി നിലവിലിരിക്കുന്ന സമ്പ്രദായത്തിന് മാറ്റം വരുത്താൻ സഹായകരമല്ല എങ്കിൽ, നവോത്ഥാന കേരളം മങ്ങലേറ്റ് നിൽക്കുകയാണ് എങ്കിൽ, പിത്തളപാത്രത്തിന് ക്ലാവ് പിടിച്ച് നിൽക്കുകയാണ് എങ്കിൽ, ആ ക്ലാവ് മാറ്റുന്നതിനെ ചാമ്പലോ ഭസ്മമോ ഉപയോഗിച്ച് തിളക്കമുണ്ടാക്കണം. ചാരവൃത്തി,
ചാരശുദ്ധി വരുത്തണം. ചാരം മൂടി കിടക്കുക, ചാരം കൊണ്ട് തേച്ച് മിനിക്കുകയാണല്ലോ നമ്മൾ ഓട്ടുവിളക്ക് വൃത്തിയാക്കുന്നത്. നല്ല സ്വർണ്ണത്തിളക്കമുണ്ടാകും. അങ്ങനെ ക്ലാവ് പിടിച്ച നവോത്ഥാനത്തെ ഓട്ടുവിളക്ക് സ്വർണം പോലെ തിളങ്ങുന്നതാക്കി മാറ്റാൻ ഗ്രന്ഥശാല പ്രവർത്തകർക്കും അതിന് നേതൃത്വം കൊടുത്ത കെ ദാമോദരൻ്റെ സ്മരണ ഉള്ളിൽ പേറുന്ന ഒരു അഗ്നിനാളം പോലെ കൊണ്ടിൽ നടത്തുകയാണെങ്കിൽ, ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ താരകങ്ങളെ കാൺമതോ നിങ്ങൾ താഴെയുള്ളൊരു പ്രേത കുടീരം, ഹന്ത ഇന്നതിൻ ചിത്തരഹസ്യമെന്തറിഞ്ഞുഹാ ദൂരസ്ഥർ നിങ്ങൾ, പാലമൂത്ത് പരിമളമേന്തി പാതിരായ പുൽകിച്ചിടുമ്പോൾ, മഞ്ഞണിഞ്ഞു മതാലസയായൊരു മഞ്ഞുമാമല നൃത്തമാടുമ്പോൾ, മന്നം മന്നം സ്ഫുടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങളി കല്ലറയ്ക്കുള്ളിൽ. കെ ദാമോദരൻ്റെ കല്ലറയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്പന്ദിക്കുകയാണ്. സഹാക്കളെ, ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.